നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്താൻ ഇനി 2 മാസം തികച്ചില്ല. ഇതിനിടയിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഇമെയിലിലേക്ക് തുരുതുര മെസ്സേജുകൾ ഒഴുകുന്നു. അതും അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്. ട്രംപ് പേടി എത്രത്തോളമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ഇമെയിലുകൾ. ചരിത്ര വിജയം നേടി ഇക്കുറി വൈറ്റ് ഹൗസിലേക്ക് ട്രംപ് പ്രവേശിക്കുന്നത് സർവാധിപത്യത്തോടെ. ഔദ്യോഗിക ഫലപ്രഖ്യാപനം 2025 ജനുവരി 6-ാം തീയതി. ജനുവരി 20-നാണ് പ്രസിഡന്റായി അധികാരമേൽക്കുന്നത്. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റ്. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്നത് ആകെ തമാശകളാണ്. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് ക്യാമ്പസിൽ തിരിച്ചെത്താൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് അമേരിക്കയിലെ സർവകലാശാലകൾ. അമേരിക്ക സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനായിരിക്കും എന്ന് ഇക്കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. സൈന്യത്തെ ഉപയോഗിച്ച് അനധികൃത കുടിയേറ്റക്കാരെ മുഴുവൻ അമേരിക്കയിൽ നിന്ന് തുരത്തുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിനായി അമേരിക്കയിൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കും. വലിയ തുക നാടുകടത്തലിനായി മാറ്റിവെക്കാനാണ് ട്രംപ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഭയം അത് വല്ലാണ്ട് സർവകലാശാലകളെയും പിടികൂടിയിരിക്കുന്നു. മിക്ക അമേരിക്കൻ സർവകലാശാലകളുടെയും സാമ്പത്തിക വരുമാനം നിലനിൽക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഫീസിൽ നിന്നാണ്. ജനുവരി 20-ന് മുൻപായി ക്യാമ്പസിലെത്തണമെന്നാണ് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളോട് യൂണിവേഴ്സിറ്റികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോടും ജനുവരി 20-ന് മുൻപ് സർവകലാശാലകളിൽ മടങ്ങിയെത്തണമെന്ന നിർദ്ദേശം യൂണിവേഴ്സിറ്റികൾ നൽകിക്കഴിഞ്ഞു. പ്രസിഡന്റ് അധികാരത്തിലെത്തുന്ന ചടങ്ങിന് മുൻപായി എല്ലാ വിദ്യാർത്ഥികളെയും തിരികെ എത്തിക്കാനാണ് സർവകലാശാലകളുടെ നീക്കം. കഴിഞ്ഞയാഴ്ച ആംഹെർസ്റ്റിലെ മസാച്യുസെറ്റ്സ് സർവകലാശാല തങ്ങളുടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകി. മുൻകാലങ്ങളിലെ ട്രംപിന്റെ യാത്രാ നിരോധനം കണക്കിലെടുത്താണ് വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകുന്നത് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 5000-ലധികം വിദ്യാർത്ഥികളുള്ള മസാച്യുസെറ്റ്സ് സർവകലാശാലയാണ് ഇക്കാര്യം കൂടുതൽ വ്യക്തമാക്കുന്നത്. പുതിയ പ്രസിഡൻഷ്യൽ ഭരണകൂടം അധികാരമേൽക്കുന്ന ആദ്യ ദിവസം തന്നെ പുതിയ നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയും. 2016-ലെ ആദ്യ ട്രംപ് സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടുത്തിയ യാത്രാ വിലക്ക് കണക്കിലെടുത്താണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതും. യാത്രാ നിരോധനം ഏർപ്പെടുത്തുന്നത് ഏതു വിധത്തിലായിരിക്കും എന്നിപ്പോൾ ഊഹിക്കുക വയ്യ. ഏത് രാജ്യങ്ങളെ ഇത് ബാധിക്കും എന്ന് ഇപ്പോൾ കണക്കുകൂട്ടാൻ വയ്യ. ഇക്കാര്യങ്ങൾ വിശദമാക്കി സർവകലാശാല ഒരു പ്രസ്താവനയും പുറത്തിറക്കി. മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇത്തരമൊരു നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിക്കഴിഞ്ഞു. ട്രംപിന്റെ പദ്ധതികൾ യാത്രയ്ക്കും വിസ ലഭ്യമാകുന്നതിലുമൊക്കെ തടസ്സം സൃഷ്ടിച്ചേക്കാമെന്നാണ് യൂണിവേഴ്സിറ്റികളുടെ ആശങ്ക. ആദ്യ ട്രംപ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ 7 രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കും കുടിയേറ്റക്കാർക്കുമാണ് വിലക്ക് ഏർപ്പെടുത്തിയത്. ഇതിൽ കൂടുതലും മുസ്ലിം രാജ്യങ്ങൾ. ട്രംപിന്റെ നയത്തിനെതിരായ ഹർജികളിൽ യാത്രാ വിലക്കിന് കോടതി ചില പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ 2018-ൽ US സുപ്രീം കോടതി ട്രംപിന്റെ നയം ശരിവച്ചിരുന്നു. വിവിധ സർവകലാശാലകളിൽ US-ൽ 4 ലക്ഷത്തിലധികം പേരാണ് ഇക്കൊല്ലം എൻറോൾ ചെയ്തിരിക്കുന്നത്. ന്യൂയോർക്ക് സർവകലാശാല, നോർത്ത് ഈസ്റ്റേൺ സർവകലാശാല, കൊളംബിയ സർവകലാശാല, അരിസോണ സർവകലാശാല എന്നിവിടങ്ങളിലാണ് കൂടുതൽ എൻറോൾമെൻറ്റുകൾ. ഇതോടെ നിലവിൽ 1.1 ദശലക്ഷം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ US-ലുണ്ട് എന്നതാണ് ഏകദേശ കണക്ക്. പുതിയ അഡ്മിഷനുകൾ 7% വർദ്ധിച്ചിരുന്നു. ജോ ബൈഡന്റെ ഭരണകാലയളവിലാണ് ഏറ്റവുമധികം വിദേശ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ പഠനത്തിനെത്തിയതും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളുള്ളത് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമാണ്. 29% ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ, ചൈനയിൽ നിന്ന് 25%. 2023-24 കാലയളവിൽ 3,31,600 വിദ്യാർത്ഥികളെയാണ് ഇന്ത്യ US-ലേക്ക് അയച്ചത്. ബിരുദാനന്തര ബിരുദമുള്ള PhD യോഗ്യതയുള്ള കൂടുതൽ വിദ്യാർത്ഥികളെ അയച്ചതും ഇന്ത്യ തന്നെ. ട്രംപ് തിരികെ അധികാരത്തിലെത്തുന്നതിൽ എല്ലാ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ആശങ്കാകുലരാണ് എന്ന് കൊളറാഡോ സർവകലാശാല പറയുന്നു. വിദ്യാഭ്യാസം തുടരാൻ അനുവദിക്കുമോ? വിസയുമായി ബന്ധപ്പെട്ടും വിദ്യാർത്ഥികൾ തികഞ്ഞ ആശങ്കയിലാണ്. വിസ കയ്യിലുള്ളവരെ ട്രംപ് നാടുകടത്തുമോ? വിദേശ വിദ്യാർത്ഥികളുടെ മേൽ കനത്ത നിയന്ത്രണങ്ങൾ ട്രംപ് ഏർപ്പെടുത്തുമോ? ആശങ്കകൾ ഏറുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.